നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയലിൻ്റെ പ്രസിഡൻറ്റും ബാഴ്സയുടെ പ്രസിഡൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്യുദ്ധം നടത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഫ്ലോറന്റിനോ പെരസിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു നെഗ്രേറ കേസുമായി ബന്ധപ്പെട്ട്. അത് വളരെ ദുരൂഹമാണ്. നീണ്ടകാലം റഫറി വൈസ് പ്രസിഡന്റുമാർക്ക് ബാഴ്സലോണ പണം കൊടുത്തത് എന്നുള്ളത്. ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ആയിട്ടുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല പീരീഡ് ആ റഫറീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റിന് പണം കൊടുത്ത ആ സമയമാണ് എന്നുള്ളതും യാദൃശ്ചികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ അതിന് മറുപടിയാണ് ജോൻ ലാപ്പോർട്ട നടത്തുന്നത്. ലാപ്പോർട്ട പറഞ്ഞത് ഞങ്ങൾ ഒരു പൈസയും കൊടുത്തിട്ടില്ല, മാത്രമല്ല ഈ നെഗ്രേറ കേസിൻ്റെ എല്ലാ കോർട്ട് പ്രൊസീജിയറിലും പങ്കെടുത്ത ടീംസാണ് ഈ പറയുന്ന റയൽ മാഡ്രിഡ്. എന്നിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയത്തിലൊന്നുമില്ലാന്ന് പിന്നീട് ചൂയിങ്കം പോലെ അവരിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയല്ല, ഹിസ്റ്റോറിക്കലി റഫറിമാർ സപ്പോർട്ട് ചെയ്തത് റയൽ മാഡ്രിഡിനെയാണ്. കഴിഞ്ഞ കളി തന്നെ കണ്ടില്ലേ, വിനീയുടെ കാല് തട്ടി എതിർ ടീം ഗോൾ കീപ്പറുടെ മൂക്ക് പൊട്ടി ചോര വന്നു. വെല്ലിംഗാമും കൈകൊണ്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും പ്രശ്നമല്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് റഫറിമാർ സപ്പോർട്ട് ചെയ്യുന്നത് റയൽ മാഡ്രിഡിനെയാണ് എന്നാണ് ജോൻ ലാപ്പോർട്ട് ഇപ്പോൾ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഫ്ലോറന്റിനോ പെരസിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, റയൽ മാഡ്രിഡ് നെഗ്രേറ കേസിന്റെ ജുഡീഷ്യൽ പ്രോസസ്സിലെ എവറി മൊമെന്റ് ഇൻവോൾവ് ആയിരുന്ന ടീമാണ്. എന്നിട്ട് അവരൊരു ചൂയിങ്കം പോലെ ഈ ഒരു സംഗതി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം ഈ കേസിലൊന്നുമില്ല എന്ന്. ബാഴ്സലോണ ഒരിക്കലും റഫറിമാർക്ക് പണം കൊടുത്തിട്ടില്ല. ഇൻ ജനറൽ റഫറീസ് ഒരിക്കലും ബാഴ്സലോണയെ സപ്പോർട്ട് ചെയ്യാറില്ല. അവരെപ്പോഴും ഫേവർ ചെയ്യുന്നത് റയൽ മാഡ്രിഡിനെയാണ്. ത്രൂ ഔട്ട് ദി ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കുക, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ മത്സരം മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. മാഡ്രിഡ് 2 ഗോളുകൾ അടിച്ചു. എൻ്റെ ഒപ്പീനിയനിൽ ആ 2 ഗോളുകളും വാലിഡ് ആയിരുന്നില്ല, ഡിസലവ് ചെയ്യേണ്ടതായിരുന്നു. ബെല്ലിംഗാം അസിസ്റ്റ് കൊടുക്കുന്ന കൈകൊണ്ട്, അതുപോലെ തന്നെ വിനീഷ്യസ് പെനയുടെ മൂക്ക് പൊട്ടിച്ചു. അപ്പോൾ ഈ 2 ഗോളുകളും ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ സംഭവിച്ച ബാഴ്സലോണ ഇപ്പോൾ റൈറ്റ് നൗ ലീഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കേണ്ടതാണ്. സോ ഞങ്ങളെ ആരും പഠിപ്പിക്കാൻ പറ്റില്ല. സോ ഡോണ്ട് ഗിവ് അസ് ലെസൺസ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ജോൻ ലാപ്പോർട്ട് പറഞ്ഞ. അതോടൊപ്പം തന്നെ ലാപ്പോർട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, റയൽ മാഡ്രിഡ് TV എല്ലായ്പ്പോഴും റഫറിമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അവരുടെ വീഡിയോകളിലൂടെ ശ്രമിക്കുന്നു. ഇത് വളരെ നാണം കെട്ട പരിപാടിയാണ് എന്നുകൂടി ലാപ്പോർട്ട ആരോപിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.